ഈ ഹാഫ് ഫോട്ടോ കണ്ടിട്ട് പലരും എന്നോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത്? സത്യത്തിൽ ഒരു റെസിൻ ഫ്രെയിം ഉണ്ടാക്കുന്നത് റെസിൻ ഒഴിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നില്ല. അതിനു മുമ്പ് ഒരുപാട് ചെറിയ കാര്യങ്ങളുണ്ട്. ആദ്യം കഴിയുന്നത്ര സ്വാഭാവികമായി ഈ ഫോട്ടോയ്ക്ക് ഒരു പൂർണ്ണ രൂപം കൊടുക്കണം. പിന്നെ അതിന് ചേർന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കണം. അതിനുശേഷമാണ് എൻ്റെ യഥാർത്ഥ ജോലി തുടങ്ങുന്നത്. ഓരോ ലെയറും ഓരോ ചെറിയ ഡീറ്റെയിലും വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കതൊരു ഫ്രെയിം മാത്രമല്ല, ആരുടെയോ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഓർമ്മയാണ്. അവസാനം ഈ ഫ്രെയിം പൂർത്തിയാകുമ്പോൾ എനിക്കെപ്പോഴും ഒരു കാര്യം മാത്രമാണ് തോന്നാറുള്ളത്. ചില ഓർമ്മകൾക്ക് വില കൂടുന്നത് നമ്മൾ അവയെ സൂക്ഷിക്കുന്ന രീതിയിലൂടെയാണ്.